നമസ്കാരം. CPM രാഷ്ട്രീയത്തിന്റെ നെടുംതൂണായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പാർട്ടി എങ്ങനെ വേട്ടയാടി എന്നതിന്റെ ഞെട്ടിക്കുന്ന അണിയറ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരണശേഷം തന്നെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന വിലാപയാത്രയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെന്ന കോടിയേരിയുടെ അവസാന ആഗ്രഹം പോലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം അട്ടിമറിച്ചെന്ന കനത്ത വേദനയിലാണ് വിനോദിനി കോടിയേരി. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ സ്ഫോടനാത്മകമായ അഭിമുഖത്തിൽ വിനോദിനി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി അണികളെപ്പോലും കണ്ണീരിലാഴ്ത്തുന്നതും CPM നേതൃത്വത്തിന്റെ ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവരുന്നതുമാണ്. കോടിയേരിയുടെയും വിനോദിനിയുടെയും ചിത്രത്തോടെയാണ് ഈ മാസിക പുറത്തിറങ്ങിയിരിക്കുന്നത്. തന്റെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രങ്ങളിലേക്കും പ്രിയപ്പെട്ട അണികൾക്കിടയിലേക്കും എത്തണമെന്നത് കോടിയേരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരിയിലേക്കുള്ള വിലാപയാത്രയും AKG സെന്ററിലെ പൊതുദർശനവും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ വലിയ വേദന. കോടിയേരിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന അഭൂതപൂർവമായ ആദരവ് തടയാനും വിലാപയാത്രയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനും വേണ്ടിയാണ് ഈ അട്ടിമറി നടന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. ഈ ചതി നൽകിയ വലിയ മാനസിക ആഘാതത്തിൽ നിന്നും കുടുംബം ഇപ്പോഴും മുക്തയായിട്ടില്ല. കോടിയേരിയുടെ മകനെ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുത്തതുകൊണ്ട് മാത്രമേ കുടുംബം അനുഭവിച്ച ക്രൂരതകൾക്ക് പകരമാവില്ല എന്നും വിനോദിനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. മകന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനമല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു ജനകീയ നേതാവിനോടും അദ്ദേഹത്തിന്റെ ഉറ്റവരോടും പാർട്ടി കാട്ടിയ മനുഷ്യത്വരഹിതമായ സമീപനമാണ് വിനോദിനിയെ പ്രകോപിപ്പിച്ചത്. ഒരു ഉപകാരസ്മരണയുമില്ലാതെ കറിവേപ്പില പോലെ ഒരു കുടുംബത്തെ മാറ്റി നിർത്താൻ CPM ഉന്നത നേതാക്കൾ കാണിച്ച വ്യഗ്രതയാണ് അവരുടെ വാക്കുകളിൽ എരിഞ്ഞു കത്തുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർവാധികാരിയായി വാഴുന്ന ഒരു പ്രമുഖ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെയാണ് വിനോദിനി ഏറ്റവും കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താൻ പലവട്ടം ആവശ്യാനുസരണം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഈ നേതാവ് ഫോൺ എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനാണ് വിളിക്കുന്നതെന്ന് കരുതിയാണോ ഇയാൾ ഒഴിഞ്ഞു മാറുന്നതെന്നും വിനോദിനി ചോദിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് 4 വർഷം തികയുമ്പോഴും ഒരിക്കൽ പോലും ഈ കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നിലവിലെ സെക്രട്ടറി MV ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഉൾപ്പെടുന്ന ഉന്നത നേതാക്കൾ തയ്യാറായിട്ടില്ല. സ്വന്തം പോക്കറ്റിലിരിക്കുന്ന ഫോൺ എടുത്ത ഒരു സഖാബിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഈ കോർപ്പറേറ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാണെന്ന ചർച്ചകൾ ഇതോടെ ശക്തമാവുകയാണ്. തങ്ങൾ ആവശ്യങ്ങൾക്കും ശുപാർശകൾക്കും വേണ്ടി ആരുടെയും പിന്നാലെ പോകുന്നവരല്ലെന്നും സാധാരണക്കാരായ അണികളെല്ലാം മറിച്ച് വലിയ നേതാക്കളാണ് തങ്ങളെ ചതിച്ചതെന്നും വിനോദിനി പറയുന്നുണ്ട്. മുൻപ് പാർട്ടിയിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കോടിയേരിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടി മുന്നിലുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് അണികളെ ഞെട്ടിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കടുംപിടുത്തങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തിക്ക് പച്ചക്കുതിരയുടെ അഭിമുഖം വരും ദിവസങ്ങളിൽ വലിയൊരു സ്ഫോടനമായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും തുറന്നു പറച്ചിലുകളുടെ കാലഘട്ടമാണ്. വിനോദിനി ബാലകൃഷ്ണൻ, കോടിയേരിയുടെ സ്വന്തം ഭാര്യ, അവർ കഴിഞ്ഞ ഇത്രയും നാളുകളായി അനുഭവിച്ച തിക്തഫലങ്ങളുടെയും അവഗണനകളും തുറന്ന് എഴുതുകയാണ് പച്ചക്കുതിര മാസികയിൽ.